കോഴിക്കോട് വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജിയുടെ പരിഗണന വീണ്ടും മാറ്റി. ഡിവൈഎഫ്ഐ നേതാവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് 29ലേക്ക് മാറ്റിയത്. പ്രാദേശിക യുവ നേതാവായ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയാണ് കോഴിക്കോട് ജില്ലാ കോടതി 29ന് പരിഗണിക്കുന്നതിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് കോഴിക്കോട് ജില്ലാ കോടതിയെ ജിതിൻ സമീപിച്ചത്. ഇവിടെ നിന്നിപ്പോൾ ഈ ജാമ്യത്തിൽ വിധി പറയുന്നത് 29ലേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, വലിയ രീതിയിൽ പ്രോസിക്യൂഷൻ ഈ കേസിൽ ജിതിന് ജാമ്യം നൽകരുത് എന്ന് കോടതിയിൽ അതിശക്തമായി തന്നെ വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജിതിന് ജാമ്യം നൽകിയാൽ അത് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള കാരണമായേക്കാം. മറ്റൊന്ന്, ജിതിൻ ഏറെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. CPM-ന്റെ ഉന്നത നേതാക്കളുമൊക്കെയായി ജിതിന് വലിയ ബന്ധമുണ്ട്. ഇതൊക്കെ കേസിനെ ഏറെ നിർണായകമായി തന്നെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചായിരുന്നു ജിതിന്റെ ജാമ്യം വടകര കോടതി തള്ളിയത്. എന്തായാലും 29ലേക്കാണ് ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇനി അറിയാനുള്ളത് ജിതിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ ഫോറൻസിക് പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഈ കേസിൽ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, CPM-ന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. കേസിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഉടൻ പുറത്തു വരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.